നമസ്കാരം. ലക്ഷക്കണക്കിന് സ്ത്രീകൾ എല്ലാ വർഷവും പൊങ്കാലയിടുവാനായി ആറ്റുകാൽ അമ്പലത്തിൽ എത്തിച്ചേരാറുണ്ട്. തിരുവനന്തപുരം സിറ്റിയുടെ നാനാമൂലകളിലും ലക്ഷക്കണക്കിന് ആളുകളാണ് എല്ലാ വർഷവും ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാലയിടുവാനായി എത്തിച്ചേരുന്നത്. എന്താണ് ഈ പൊങ്കാലയുടെ ഐതിഹ്യം? അതറിയണമെങ്കിൽ ഒരു 2000 വർഷം നമ്മൾ പുറകോട്ട് സഞ്ചരിക്കണം. 2000 വർഷം മുമ്പ് തമിഴ് ഇതിഹാസ കവി ഇളങ്കോവടി രചിച്ച ചിലപ്പതികാരം എന്ന നോവലിലെ ധീര വനിതയാണ് കണ്ണകി. കാവേരിപ്പൂ പട്ടണത്തിലെ ഒരു ധനികനായ വ്യവസായിയുടെ മകളായിരുന്നു കണ്ണകി. വിവാഹപ്രായമായ കണ്ണകിയെ ഒരുപാട് സമ്പത്തും സ്വർണവും രത്നങ്ങളുമൊക്കെ നൽകി കോവലന് വിവാഹം ചെയ്തു കൊടുത്തു. സന്തോഷപൂർണമായിരുന്നു അവരുടെ വിവാഹ നാളുകൾ. അവരുടെ ജീവിതത്തിലേക്ക് നർത്തകിയായ മാധവി എന്ന ഒരു യുവതി കടന്നു വരുന്നു. കോവലൻ മാധവിയുമായി പ്രണയത്തിലാകുന്നു. കണ്ണകിയുടെ സ്വത്തുക്കൾ മുഴുവനും മാധവിക്ക് വേണ്ടി കോവലൻ ചെലവിടുന്നു. കോവലന്റെ കയ്യിലുണ്ടായിരുന്ന അവസാന സമ്പത്തും തീർന്നപ്പോൾ മാധവി കോവലനെ തെരുവിലേക്ക് ഇറക്കിവിട്ടു. തെറ്റ് തിരിച്ചറിഞ്ഞ കോവലൻ കണ്ണകിയുടെ അടുത്തെത്തി. തെറ്റ് തിരിച്ചറിഞ്ഞ് എത്തിയ കോവലനെ കണ്ണകി സ്വീകരിക്കുന്നു. അവരുടെ മുന്നോട്ടുള്ള ജീവിതം നയിക്കുന്നതിനായി പണമില്ല, എല്ലാം തൂർത്തടിച്ച് കഴിഞ്ഞിരിക്കുന്നു. പണത്തിനായി കണ്ണകിയുടെ കാലിൽ കിടന്ന ഒരു ചിലമ്പ് വിൽക്കുവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ കണ്ണകിയും കോവലനും മധുരയിലേക്ക് പുറപ്പെടുകയാണ്. ആ സമയത്താണ് പാണ്ഡ്യരാജാവിന്റെ പത്നിയുടെ മുത്തുകൾ നിറഞ്ഞ ഒരു ചിലമ്പ് നഷ്ടപ്പെടുന്നത്. കൊട്ടാരത്തിലെ തട്ടാൻ തന്നെയാണ് അത് മോഷ്ടിച്ചതും. ഇതേ തട്ടാന്റെ അടുത്താണ് കോവലനും കണ്ണകിയും തന്റെ ചിലമ്പ് വിൽക്കുവാനായി എത്തുന്നത്. അവസരം മുതലാക്കിയ തട്ടാൻ കോവലനാണ് കൊട്ടാരത്തിലെ ചിലമ്പ് മോഷ്ടിച്ചതെന്ന് പാണ്ഡ്യരാജാവിനെ അറിയിക്കുന്നു. പാണ്ഡ്യരാജാവ് ഭടന്മാരെ അയച്ച് കോവലനെ പിടിച്ചുകെട്ടി രാജാവിന്റെ മുന്നിൽ എത്തിച്ചു. കണ്ണകിയുടെ ചിലമ്പും രാജ്ഞിയുടെ ചിലമ്പും സാദൃശ്യമുള്ളതായിരുന്നു. ഒരു അന്വേഷണവും നടത്താതെ കോവലൻ തന്നെയാണ് ഇത് മോഷ്ടിച്ചത് എന്ന് സ്ഥാപിച്ച് പാണ്ഡ്യരാജാവ് കോവലന്റെ തല വെട്ടാൻ ആജ്ഞാപിച്ചു. അങ്ങനെ അവിടെ വെച്ച് കോവലനെ വധിച്ചു. ഇതറിഞ്ഞ് രോക്ഷം പൂണ്ട കണ്ണകി കൊട്ടാരത്തിലേക്ക് പാഞ്ഞെത്തി. തന്റെ മറുകാലിൽ കിടന്ന ചിലമ്പൂരി രാജാവിന്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു. ആ ചിലമ്പ് പൊട്ടി രത്നങ്ങൾ പുറത്തേക്ക് തെറിച്ചു വീണു. ആ ചിലമ്പിനുള്ളിൽ രത്നങ്ങളാണ് ഉണ്ടായിരുന്നത്. കോവലൻ വിൽക്കാൻ കൊണ്ടുവന്ന ചിലമ്പിലും രത്നങ്ങളാണെന്ന് രാജാവിന് ബോധ്യപ്പെട്ടു. എന്നാൽ രാജ്ഞിയുടെ ചിലമ്പിനുള്ളിൽ മുത്തുകളായിരുന്നു. തന്റെ തെറ്റുകൾ മനസ്സിലാക്കിയ പാണ്ഡ്യരാജാവ് ബോധരഹിതനാവുകയും തൽക്ഷണം മരിക്കുകയും ചെയ്തു. ഇതുകൊണ്ടൊന്നും കോപം ശമിക്കാതെ കണ്ണകി തിരിച്ച് മധുര നഗരത്തിലെത്തി. കോപം പൂണ്ടുനിന്ന കണ്ണകി മാറിടം പിഴുതെടുത്ത് മധുര നഗരത്തിലേക്ക് എറിഞ്ഞു. എന്നിട്ട് ശപിച്ചു, ഈ നഗരം കത്തി ചാമ്പലാകട്ടെ എന്ന്. കണ്ണകിയുടെ കോപാഗ്നിയിൽ മധുര നഗരം കത്തി നശിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ തീയിൽ വെന്തുമരിച്ചു. ഒരുപാട് ധനനഷ്ടങ്ങൾ മധുരയിൽ ഉണ്ടാവുകയാണ്. ഒടുവിൽ മധുര ദേവതയായ മധുര മീനാക്ഷി അമ്മയുടെ അപേക്ഷ മാനിച്ച് ശാപം തിരിച്ചെടുക്കുകയും കണ്ണകി മധുരയിൽ നിന്നും ആറ്റുകാലിലെത്തുകയും ചെയ്തു. അന്ന് ആറ്റുകാൽ പ്രദേശത്തെ വലിയ തറവാടായിരുന്നു മുല്ലവീട്ടിൽ തറവാട്. ആ തറവാട്ടിലെ പ്രധാന കാരണവർ ഒരു ദിവസം കിള്ളിയാറ്റിൽ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ബാലികയുടെ രൂപത്തിൽ കണ്ണകി പ്രത്യക്ഷപ്പെട്ടു. കാരണവരോട് ഈ പുഴ മുറിച്ചു കടക്കുവാൻ സഹായിക്കുമോ എന്ന് അഭ്യർത്ഥിച്ചു. കാരണവർ കണ്ണകിയെ പുഴ മുറിച്ചു കടക്കാൻ സഹായിച്ചു. പുഴ മുറിച്ചു കടന്ന കാരണവർ കണ്ണകിയെ തന്റെ തറവാട്ടിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ ഇരുവരും കാരണവരുടെ മുല്ല വീട്ടിൽ തറവാട്ടിലെത്തി. അകത്ത് കടന്ന് തിരിഞ്ഞു നോക്കിയ കാരണവർ കണ്ണകിയെ കാണുന്നില്ല. കണ്ണകി അപ്രതീക്ഷിതയായിരിക്കുന്നു. അന്ന് രാത്രി ആ കാരണവർ ഒരു സ്വപ്നം കണ്ടു. കണ്ണകിയുടെ രൂപത്തിൽ ഒരു ദേവി പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, തൊട്ടടുത്തുള്ള കാവിൽ 3 വരകളുള്ള പ്രദേശം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എന്നെ പ്രതിഷ്ഠിച്ച് കുടിയിരുത്തണം എന്ന് സ്വപ്നത്തിൽ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ തന്നെ ആ കാരണവർ ആ കാവിലെത്തി 3 വരകളുള്ള സ്ഥലം കണ്ടെത്തി. അവിടെ ക്ഷേത്രം പണിതു. വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്രം പുതുക്കി പണിതു. ദാരിക വധത്തിന് ശേഷം സൗമ്യഭാവത്തിൽ വേദാന്തപ്പുറത്തിരിക്കുന്ന രൂപത്തിലാണ് ആറ്റുകാലമ്മയുടെ പ്രതിഷ്ഠ.
കൊടുങ്ങല്ലൂരിലും ആറ്റുകാലിലും പാർവതിയുടെ രൂപത്തിലുള്ള കണ്ണകിയാണെന്നാണ് വിശ്വാസം. കണ്ണകി ചരിത്രം പാടുന്ന തോറ്റംപാട്ട് ആറ്റുകാൽ ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നാണ്. കൊടുങ്ങല്ലൂരിൽ നിന്ന് ദേവിയെ പാടി ആവാഹിച്ച് ഉടവാളിൽ കാപ്പുകെട്ടുന്നതോടെയാണ് തോറ്റംപാട്ട് ആരംഭിക്കുന്നത്. ഓരോ ദിനവും പാടുന്ന കഥാഭാഗവും ക്ഷേത്ര ചടങ്ങുകളും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ആറ്റുകാൽ ഉത്സവത്തിന്റെ 2ാം ദിവസം ദേവിയുടെ വിവാഹ ഒരുക്കങ്ങൾ പാടുന്നതാണ്. 3ാം ദിവസമാണ് ദേവിയുടെ വിവാഹം. ഈ ഭാഗം മലപ്പുറം പാട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ദരിദ്രനായിത്തീരുന്ന കോവലൻ ദേവിയുടെ ചിലമ്പ് വിൽക്കാൻ കൊണ്ടുപോകുന്നതാണ് 4ാം ദിവസത്തെ കഥ. 6ാം ദിവസത്തെ പാട്ടിലാണ് പാണ്ഡ്യരാജാവ് കോവലനെ വധിക്കുന്ന ഭാഗം പാടുന്നത്. കോവലന്റെ വാർത്തയറിഞ്ഞ ദേവി കൈലാസത്തിലെത്തി പരമശിവനിൽ നിന്നും വരം വാങ്ങി കോവലനെ ജീവൻ നൽകുന്നതാണ് 7ാം ദിവസം പാടി നിർത്തുന്നത്. തന്റെ ഭർത്താവിനെ വധിച്ച പാണ്ഡ്യരാജാവിനെയും തട്ടാനെയും വധിക്കുന്ന ഭാഗങ്ങളാണ് ബാക്കിയുള്ള 2 ദിവസം ഉത്സവവുമായി ബന്ധപ്പെട്ട് പാടി നിർത്തുന്നത്. 10ാം ദിവസം പുലിപ്പാട്ട് പാടി കാപ്പിറക്കുന്നതോടെയാണ് ഉത്സവം അവസാനിക്കുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാലിലെ പ്രസിദ്ധമായ ചടങ്ങാണ് ആറ്റുകാൽ പൊങ്കാല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ചടങ്ങ് എന്ന് ഇതിനെ വിശേഷണമുണ്ട്. അന്നപൂർണേശ്വരി ദേവിയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാല. പൊങ്കാലയുടെ ഐതിഹ്യം ഇങ്ങനെയാണ്. തന്റെ കണ്ണിൽ നിന്നും പുറപ്പെട്ട അഗ്നിയിൽ മധുരയെ ചുട്ടുചാമ്പലാക്കിയ കണ്ണകി ദേവിയെ ആശ്വസിപ്പിക്കാനായി ജനങ്ങൾ പൊങ്കാല നൽകി സ്വീകരിച്ചു എന്നാണ് ഒരു വിശ്വാസം. മറ്റൊരു വിശ്വാസം മഹിഷാസുരനെ വധിച്ച് വന്ന ദേവിയെ പൊങ്കാലയിട്ടാണ് സ്വീകരിച്ചത്. ഇതിന്റെ പേരിലാണ് പൊങ്കാല സമർപ്പണം നടത്തുന്നത് എന്നും പറയുന്നു. കുംഭമാസത്തിലെ പൂരം നാളും പൗർണമിയും ഒന്നിച്ചു വരുന്ന 9ാം ഉത്സവ ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല. വർഷാവർഷം ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ആറ്റുകാലിലേക്ക് പൊങ്കാലയിടുവാനായി ഒഴുകിയെത്തുന്നത്.